എനിക്ക് പേഴ്സണലി ഒരുപാട് DMs വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് മണി. എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ബട്ട് ഈ 2026 എന്ത് സ്റ്റാർട്ട് ചെയ്താലാണ് കുറച്ച് പ്രോഫിറ്റബിൾ ആവുന്നത് എന്നാൽ കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. സോ ഇതുപോലെ തന്നെയായിരുന്നു പാസ്റ്റ് 2 years, അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. ലൈക്ക് ഞാൻ യൂട്യൂബ് എടുക്കുന്നു, ഹൗ ടു മേക്ക് മണി, ഹൗ ടു മേക്ക് മണി വിത്ത് നോ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ അടിക്കുന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും ഇല്ലാത്തതും ഒരുപാട് സംഭവങ്ങൾ. ഞാൻ ടോട്ടലി കൺഫ്യൂഷനായി, ഏത് സ്റ്റാർട്ട് ചെയ്യണം, ഏത് സ്റ്റാർട്ട് ചെയ്താലാണ് അത്യാവശ്യം പോക്കറ്റ് മണി അല്ലെങ്കിൽ മന്ത്ലി ഇത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരുപാട്, അതായത് ലൈക്ക് ഫ്രീലാൻസിങ് ചെയ്തിട്ടുണ്ട്, SMI ചെയ്തിട്ടുണ്ട്, പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ്, ട്രേഡിങ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഇതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ഇതൊന്നും എനിക്ക് പറഞ്ഞുള്ള പണിയല്ല. സോ ഇതെല്ലാം 100% നമുക്ക് പറ്റുന്ന പണിയാണ്. അതായത് നമ്മളെ എഫേർട്ടും കാലൊക്കെ നമ്മൾ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും. ബട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ സ്കിൽസ് കാണാം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്താലാണ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ കാണാൻ പറ്റും. സോ ഇതൊക്കെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും കുറച്ച് എക്സ്പേർട്ടുകളൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഈ 2026 പെട്ടെന്ന് ഞാൻ കയറി ട്രേഡിംഗ് പഠിച്ചാൽ എനിക്ക് ട്രേഡിംഗ് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. കാരണം ട്രേഡിംഗ് നമുക്ക് അത്യാവശ്യം ക്യാപിറ്റൽ വേണം, സ്റ്റോക്ക് മാർക്കറ്റിലും ക്യാപിറ്റൽ വേണം. സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഫ്രീലാൻസ് ചെയ്താൽ നമുക്ക് ഡെയിലി അത്യാവശ്യം ടൈം എടുക്കേണ്ടി വരും. ബട്ട് ഞാൻ ചെയ്തൊരു ഫീൽഡ് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ സെയിൽസ് ഫീൽഡ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, വേണ്ടുള്ളവർക്ക് അത് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നു, ലൈക്ക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ഈ ഒരു സംഭവമാണ് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. അതായത് ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ പ്രോഡക്റ്റ് ക്രിയേറ്റ് ആക്കും, ആ ഒരു പ്രോഡക്റ്റ് ഞാൻ അവർക്ക് സെല്ല് ചെയ്യും, അവരെനിക്ക് പേ ചെയ്യും. സോ ഇതാണ് ഞാൻ ഈ ചെയ്തുള്ള ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ ഈ ഒരു സംഭവം, അതായത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ബട്ട് ഈ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ചെയ്ത സാധനമാണ്, നമ്മൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് ആ ഒരു AI വീഡിയോസ് നമ്മൾ സെല് ചെയ്യാനായിട്ട് പോവാണ്. ഗൈസ്, ഇറ്റ്സ് 100% ഈസിയുള്ള കാര്യമാണ്. ജസ്റ്റ് വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു AI ടൂൾ എടുക്കുന്നു, ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അവർക്ക് സെല് ചെയ്ത് കൊടുക്കുന്നു. പെർ AI വീഡിയോ നിങ്ങൾക്ക് 200 rupees തൊട്ട് 500 rupees വരെ നിങ്ങൾക്ക് ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബൾക്കായിട്ട് സെല് ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ AI വീഡിയോക്ക് ആവശ്യപ്പെട്ട ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണ് ആ ഒരു ക്ലയന്റിനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ സംഭവവും ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് എന്ത് ടൂളാണോ യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ AI വീഡിയോ ക്രിയേറ്റ് ആക്കാനായിട്ട് നിങ്ങളുള്ള ടൂളോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടൂളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് NoteGPT എന്നുള്ള ടൂളും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോസുകളെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ലോക്കൽ ബിസിനസ്സിനാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സെല് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പുവരുത്തുക. ദെൻ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ കുറച്ച് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എല്ലാ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, ഇത്രയും പ്രോംപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ചെറിയ പ്രോംപ്റ്റേ ഉള്ളൂ. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യാം, അതായത് നമുക്ക് വേണ്ട ക്ലയന്റ് ഉണ്ടല്ലോ, ആ ക്ലയന്റ് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. സോ നമ്മൾ 2 തരം ക്ലയന്റിനെയാണ് ഈ വീട്ടിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ജിം ആ ഒരു ക്ലയൻസിനെ, പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് അവിടെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതെങ്ങനെ നമ്മുടെ എമൗണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഒരു 1000 rupees കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നെക്സ്റ്റ് 2000 rupees ആക്കാൻ പറ്റും. സോ അങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഓൾ താങ്ക്സ് ടു AI. ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും AI യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. സോ ഇവിടെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഈ പ്രോംപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ ബ്രൗസർ എടുക്കുക, അതായത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ നിങ്ങൾ സെർച്ച് ബാറിൽ പോയതിനു ശേഷം എന്തെങ്കിലും ലൈക്ക് ജിം നിയർ മീന്നോ റെസ്റ്റോറൻറ്റ് നിയർ മീന്നോ അല്ലെങ്കിൽ ജിം നിയർ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റോ എന്തെങ്കിലും നിങ്ങൾ അടിക്കുക. ജസ്റ്റ് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് നിയർ മീന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഇത് വരും കാണാൻ പറ്റും. കഴക്കൂട്ടം ആ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്ന കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ മോർ പ്ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും. അല്ല, നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റെസ്റ്റോറൻറ്റ് നിയർ ട്രിവാൻഡ്രം എന്നോ കേരള എന്നോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, നിയർ കേരള ഓർ ട്രിവാൻഡ്രം, അതായിരിക്കും ബെസ്റ്റ്. ട്രിവാൻഡ്രം നിങ്ങൾ എവിടെ താമസിക്കുന്നത് നിങ്ങൾ അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാടധികം റെസ്റ്റോറൻറ്റ് വരുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്യുന്ന വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ് അടിക്കാം, അല്ലെങ്കിൽ ജിം അടിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അടിക്കാം, അങ്ങനെ ഒരുപാടധികം സംഭവം നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് ക്രിയേറ്റ് ആക്കാൻ പോകുന്നത് ഒന്ന് റെസ്റ്റോറൻറ്റിനും 2 ജിമ്മിനും ആയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആദ്യം ഇവരെ കോൺടാക്ട് ലിസ്റ്റ് എടുക്കണം. ലൈക്ക് ഇവർക്ക് എത്ര പേർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. സോ ഞാൻ മെയിൻലി ഇവിടെ കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ്. ഓൾറെഡി ഇവർക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണും. ചിലപ്പോൾ ഇവർ ഓൺ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ പല വീഡിയോസും കാണും. നമ്മൾ നേരെ ഇവരുടെ നമ്പറുകളൊക്കെ എടുക്കാനായിട്ട് പോവാണ്. എടുത്തതിന് ശേഷം നമ്മൾ നേരെ വാട്സപ്പ് യൂസ് ചെയ്ത് നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 10 ലിസ്റ്റ് എടുക്കുക. അതായത് ഇവർക്ക് എത്ര പേർക്ക് വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക്
10 ലിസ്റ്റിംഗ് കാലൊക്കെ എടുക്കാം. ഞാൻ ഓൾറെഡി ലിസ്റ്റിംഗുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ആക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതായിരിക്കും. ബട്ട് നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കവർ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഇവിടെ നമ്പറുകളൊക്കെ നമ്മൾ എടുക്കണം. സോ ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഞാൻ ഏറ്റവും താഴോട്ട് ഞാൻ ഓൾറെഡി ടോപ്പ് നമ്പറൊക്കെ എടുത്തിട്ടുണ്ട്. താഴോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം ഈ ഒരു ഹോട്ട് റെസ്റ്റോറൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാണും കോൾ ഓപ്ഷൻ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്പർ കിട്ടുന്നതായിരിക്കും. സോ നമ്പർ കോൺടാക്റ്റിൽ സേവ് ചെയ്യുക. ദെൻ അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനായിട്ടൊരു പ്രോംപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഞാനിവിടെ നമ്പറുകളൊക്കെ സേവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ബൾക്കായിട്ട് നമ്പർ സേവ് ചെയ്യാം. അതായത് നിങ്ങൾ ഒന്നിച്ചായിരിക്കും മെസ്സേജ് അയക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ബൾക്കായിട്ട് നമ്പർ സേവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യാണ്ട് പോകുന്നത് ജിം നിയർ മീ എന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് രണ്ടും ആയിരിക്കും കേരളത്തിൽ ടോപ്പായിട്ട് ഒരുപാട് സ്ഥലത്തുള്ളത്. നിങ്ങൾക്ക് പല ചെയ്യാൻ പറ്റും. സലൂൺ ചെയ്യാൻ പറ്റും, ക്ലോത്ത് അതായത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, സോ അതൊക്കെ വിൽക്കുന്ന കട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സംഭവങ്ങളും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ജിംസ് കാണാൻ പറ്റും. അതിനുശേഷം ജിംസിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നമ്പർ കാലൊക്കെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പ്രോംപ്റ്റ് ക്രിയേറ്റ് ആക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോംപ്റ്റ് എടുക്കുന്നത്. അതായത് കോൾഡ് DM പ്രോംപ്റ്റ് ആണ്. ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ നേരെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോപ്പി ചെയ്തതിനു ശേഷം നമ്മളിപ്പം ഒരു വീഡിയോ നമ്മൾ എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ആക്കുക. ഞാൻ കാണിച്ചു, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ആക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഹായ്, ഐ കം അക്രോസ് യുവർ പേജ് and really liked your business. I created this short AI promotional video as an example of what your business could look like if you like similar videos for your Instagram or ads. I happy to create them for you. Let me know what you think. അതായത് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാണ്ട് പോവാണ്. നമ്മളവിടെ പേജിങ്ങുകളൊക്കെ വിസിറ്റ് ചെയ്തു. അടിപൊളി പേജും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു AI വീഡിയോസും കളെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു AI വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ആക്കി തരാം. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ AI വീഡിയോസും കളെ ക്രിയേറ്റ് ആക്കി തരുന്നതായിരിക്കും. ദെൻ നമ്മൾ വാട്സപ്പ് എടുക്കുക. സോ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള അതായത് നമ്മൾ കോൺടാക്ട് സേവ് ആക്കിയിട്ടുള്ള അവരെ കോൺടാക്ട് അതായത് അവരെ വാട്സപ്പും കളൊക്കെ എടുക്കുക. ദെൻ അവർക്ക് മെസ്സേജ് സെൻഡ് ആക്കി കൊടുക്കുക. ഗൈസ് നമ്മുടെ വാട്സപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സെൻഡ് ആക്കിയിട്ടുള്ള അതായത് കോപ്പി ആക്കിയിട്ടുള്ള ആ ഒരു സംഭവം നമുക്കിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ആ ഒരു വീഡിയോ സെൻഡ് ആക്കി കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി സെൻഡ് ആയി കൊടുക്കാം. സോ ഞങ്ങളുടെ എക്സാമ്പിൾ ആക്കിയിട്ടുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ആയി കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ റാൻഡമായി വീഡിയോ ക്രിയേറ്റ് ആക്കരുത്. ഞാൻ കാണിച്ചു തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലാവുന്നതായിരിക്കും. സോ ഇതാണ് ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. The true spice of Kerala. Experience the true spice of Kerala. Tradition in every bite. Taste the difference. അടിപൊളിയല്ലേ? സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഡെയിലി എത്ര ഉള്ള മെസ്സേജ് അയക്കാം. അത് വാട്സപ്പ് ത്രൂ അയക്കാം, ഇൻസ്റ്റാഗ്രാം ത്രൂ അയക്കാം. സോ അങ്ങനെ ഞാൻ അവിടെ കുറച്ച് കോൺടാക്റ്റിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒത്തിങ്ങനെ മെസ്സേജ് അയക്കാൻ പോവാണ്. അതിനുശേഷം നിങ്ങൾക്ക് ജിമ്മുകാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എത്രമാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് ഉള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരെന്താണ് ഇൻട്രസ്റ്റ് ആണെന്ന് പറയും. ബാക്കി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ജസ്റ്റ് ചാറ്റ് ചെയ്തൊക്കെ നമുക്ക് എല്ലാ കാലം മനസ്സിലാവുന്നതായിരിക്കും. സോ ഗൈസ് നമ്മളുടെ ഏകദേശം ജിമ്മിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ് നമ്മൾ അത്യാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഒരു ദിവസം 10 മെസ്സേജ് റെസ്റ്റോറൻറ്റിനും 10 മെസ്സേജ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ജിമ്മിന് അയക്കാം. എന്നിട്ട് നേരെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് വേറെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഒരു എക്സാമ്പിൾ വീഡിയോ അയക്കുക. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ആക്കിയുള്ള ജിമ്മിന്റെ വീഡിയോ കാണിച്ചു തരാം. Greatness isn't born, it is forged. Push past your limits. Define your tomorrow. One more rep. Start today. സോ ഇതാണ് നമ്മുടെ ജിമ്മിന്റെ വീഡിയോ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടാനായിട്ട് പോകുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ക്ലൈന്റിനെ ക്ലോസ് ആക്കുമ്പോഴായിരിക്കും ക്യാഷ് കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഒരു ആരെങ്കിലും ഒരു മെസ്സേജ് കണ്ട് ഇവർക്ക് എന്താണ് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ബാക്കി ടോങ്ങളൊക്കെ ചെയ്യാം. അതായത് ഞാൻ പെർ റേറ്റിന് അല്ലെങ്കിൽ നമുക്കൊരു പാർട്ണറായിട്ട് മുന്നോട്ട് പോകാം. അതായത് പാർട്ണർഷിപ്പായിട്ട് മുന്നോട്ട് പോകാം. പെർ മന്ത്ലി ഇത്ര വീഡിയോസ് ക്രിയേറ്റ് ആയി തരും. നിങ്ങൾ ബൾക്കായിട്ട് ഇത്ര അമൗണ്ട് പേ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് കൊണ്ട് അതായത് നമ്മളിപ്പോൾ ഷോർട്സ് തരുന്നതുകൊണ്ട് നിങ്ങളുടെ ഇപ്പൊ അക്കൗണ്ട് റീച്ച് ആവുന്നതിൽ മാത്രം പേ ചെയ്താൽ മതി. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓർ നിങ്ങൾക്ക് പെർ വീഡിയോക്ക് 200 to 500 റുപ്പീസോടെ ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും. ഇപ്പൊ എന്റെ വീഡിയോ കൊണ്ട് 10 സെക്കൻഡ് വീഡിയോ ഞാൻ ക്രിയേറ്റ് ആക്കുന്നത് ആൻഡ് നിങ്ങൾ എത്ര സെക്കൻഡാണ് ക്രിയേറ്റ് ആക്കുന്നത് അതുപോലെ എത്രമാത്രം റിയലിസ്റ്റിക് ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ നമുക്ക് ഇനി എങ്ങനെ പ്രോംപ്റ്റ് എടുക്കാം, അതായത് ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഇപ്പം ഞാൻ ക്രിയേറ്റ് ആക്കിയുള്ള എങ്ങനെയാണ് ഞാനിപ്പോൾ ജിമ്മിന് ക്രിയേറ്റ് ആക്കിയത് റെസ്റ്റോറൻറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് നമുക്കിനി ക്രിയേറ്റ് ചെയ്യുന്നതിൽ സെല്ലാക്കാൻ പറ്റുള്ളൂ. സോ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോംപ്റ്റിന്റെ ആവശ്യമുണ്ട്. പ്രോംപ്റ്റിനായിട്ട് നമ്മൾ ChatGPT എടുക്കാൻ പോകുന്നുണ്ട്. സോ പ്രോംപ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടം ChatGPT ആണ്. കാരണം അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തു തരും. ഇനി ക്ലൗഡിനെക്കാളും കുറച്ച് പ്രോംപ്റ്റ്, അതായത് ChatGPT കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക്
പ്രോംപ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം ChatGPT ആണ്. ഓക്കെ, ക്ലൗഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ChatGPT എനിക്ക് ഇഷ്ടം. then നമ്മൾ ഓൾറെഡി പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഹേ, ഐ നീഡ് ടു ക്രിയേറ്റ് എ 10-second ആഡ് പ്രോംപ്റ്റ് ഫോർ എ ഫുഡ് റെസ്റ്റോറൻറ്റ്. സോ ക്യാൻ യു പോസ്റ്റ് പ്രൊവൈഡ് എ ഗുഡ് റിയലിസ്റ്റിക് പ്രോംപ്റ്റ് ഫോർ ദാറ്റ് റെസ്റ്റോറൻറ്റ് ആഡ്. എൻ്റെ ഇംഗ്ലീഷാണ്, നമുക്ക് ഉള്ള ഇംഗ്ലീഷ്, അതായത് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം, നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷും കാളൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അടിപൊളിയായി നമുക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ആക്കി തരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ നമ്മളൊരു AI ടൂൾ, അതായത് നമ്മൾ ആഡ്സ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസുകളെ ക്രിയേറ്റ് ആക്കാൻ പോകുന്ന AI ടൂൾസിൽ നമുക്കറിയാവുന്ന ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ടൂൾ നമുക്ക് ക്രിയേറ്റ് ആയി തരില്ല. ഇതൊക്കെയാണ്, ഇതാ ഒരു ടൂളിന്റെ ലാംഗ്വേജ് ആണ്. ഇതാണ് പ്രോംപ്റ്റിന്റെ പ്രത്യേകത. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വേറെ, ChatGPT തരുന്നത് വേറെ. സോ ഇതാണ് പ്രോംപ്റ്റ്. ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേറെ എന്തെങ്കിലും വേണോ ചോദിക്കുന്നുണ്ട്. സോ അവിടെ KFC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ KFC കളൊക്കെ ആക്കിയിട്ട് എനിക്ക് വേറെ സംഭവം തന്നിട്ടുണ്ട്. then ഞാൻ ഒറ്റക്കിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. then എൻ്റെ ആ ഒരു ടൂൾ എടുക്കുകയാണ് ഞാൻ, അതായത് നമ്മുടെ ആ ഒരു ടൂൾ എടുക്കുകയാണ്, ക്രിയേറ്റ് ആക്കാൻ ടൂൾ ഉണ്ടല്ലോ, ആ ടൂളും കാളൊക്കെ ഞാൻ എടുത്തിട്ട് വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പോവാണ്. ഞാനിവിടെ പേഴ്സണലി യൂസ് ആക്കുന്നത് NoteGPT എന്ന ടൂളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ നമുക്ക് ഗൂഗിളിന്റെ ഒമിനി അതാണ് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് എക്സ്ഫീൽഡ് യൂസ് ചെയ്യാം, VO3 യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യേണ്ട മെത്തേഡ് മാത്രമാണ് പറഞ്ഞു തരുന്നത്, അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നമുക്ക് നേരെ ആ ഒരു വീഡിയോ ജനറേറ്ററിലേക്ക് പോവാം. ഓക്കെ, വീഡിയോ ജനറേറ്ററിൽ പോയതിനു ശേഷം ഈ ഒരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കോപ്പി ആൻഡ് സെൻഡ്. ഓക്കെ, റേഷ്യോ സെറ്റ് ആയി കൊടുക്കുക. ഇവിടെ നമുക്ക് റേഷ്യോ മസ്റ്റ് ആയിട്ട് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ പോർട്രേറ്റ് ആണ്, അവിടെ ചോദിക്കുക റേഷ്യോ വേണമെന്ന്. ഓക്കെ, ദെൻ സെക്കൻഡ്സ് ആക്കാം. ഇതിനകത്ത് മാക്സിമം 10 സെക്കൻഡ് ആണ്. ഓക്കെ, അതിനുശേഷം എൻ്റെ ഒരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ജനറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 മിനിറ്റ് തന്നെ എനിക്ക് ക്രിയേറ്റ് ആയി തരാൻ പറ്റും, ക്രിയേറ്റ് ആകുന്നതായിരിക്കും. ഓരോ ടൂളിന് ഓരോ സമയമുണ്ടല്ലോ, സോ അങ്ങനെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ക്രിയേറ്റ് ആക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ആ ഒരു ആർട്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ജിമ്മിൻ്റെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ ഞാൻ ഹോട്ടലിനെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഹോട്ടലിനെ കാണിച്ചു തരാം. ഓക്കെ, സോ അടിപൊളിയായിട്ട് സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. Crispy outside, juicy inside. Crispy outside. Order now. സംഭവം ഇത്രേ ഉള്ളൂ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 10 സെക്കൻഡ് ആണ്. സോ എനിക്ക് വീഡിയോസിനൊക്കെ ചാർജ് ഏകദേശം ഒരു 200-300 രൂപ വരെ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളെ യൂസ് ചെയ്യുന്ന ഏറ്റവും ഉണ്ട്, നിങ്ങളെ വീഡിയോക്ക് എത്ര ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് സെയിൽസ് കൺവേർട്ട് ആക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടത് സ്കെയിൽ ചെയ്യാനാണെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഉണ്ടാക്കിയാൽ നെക്സ്റ്റ് തന്നെ എങ്ങനെ ഇൻക്രീസ് ആക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് അത്ര ചെറിയ പ്രോംപ്റ്റ് ആണ്. ക്രിയേറ്റ് എ സിമ്പിൾ റോഡ് മാപ്പ് ടു റീച്ച് എന്താണ് സെല്ലിങ് AI വീഡിയോസ്. നമുക്ക് 1 lakh rupees അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഒരിക്കലും നിങ്ങൾ 1 lakh rupees എടുക്കരുത്, ഞാൻ നിങ്ങൾക്ക് അതും പറഞ്ഞുതരാം. ജസ്റ്റ് ChatGPT എടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആൻഡ് സെൻഡ്. ChatGPT അനാലിസ് ചെയ്യുന്ന ശേഷം സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റും. മന്ത്ലി എങ്ങനെ 1 lakh rupees സെൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് 1 lakh rupees മാറ്റിയിട്ട് 10,000 rupees ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ബട്ട് ഞങ്ങൾക്ക് സിമ്പിൾ വേ പറഞ്ഞുതരാം. നേരെ നിങ്ങൾ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാം. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി എത്ര റുപ്യ ഉണ്ടാക്കണം. എനിക്ക് മന്ത്ലി ഒരു 5,000 rupees ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഒരു ദിവസം എത്ര സെയിൽസ് കംപ്ലീറ്റ് ആക്കണം. ഞാൻ എൻ്റെ ഒരു വീഡിയോക്ക് ചാർജ് ചെയ്യുന്നത് 200 രൂപയാണ്. സോ 200 രൂപ ഞാൻ ഒരു ദിവസം 2 പേർക്ക് സെല്ലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 400 രൂപയായി. ആൻഡ് ഞാൻ ഈ സംഭവം കണ്ടിന്യൂ ചെയ്യാണ്. ഓരോ ദിവസം 2 പേർക്ക് സെല്ലാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയായി. സോ അപ്പോൾ എന്താണ്, എനിക്ക് 400 ഇൻറ്റു ഞാൻ 30 നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം 12,000 രൂപയായി. സോ ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ ഒരു ദിവസം നമ്മുടെ പ്രോഫിറ്റ് 200 ഇൻറ്റു 2 = 400. കാരണം 200 രൂപയ്ക്ക് നമ്മൾ 2 ആർട്സ് ക്രിയേറ്റ് ആക്കി സെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതായത് 2 വീഡിയോ സെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പ്രോഫിറ്റ് 400 ആണ്. സോ ഇതേ സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 400 ഇൻറ്റു 30 നോക്കുകയാണെങ്കിൽ 12,000 രൂപ മാസം നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയുള്ള സംഭവം ഇതിനനുസരിച്ച് ക്രിയേറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മാസം 1,000 rupees കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മാസം അതെങ്ങനെ 2,000 ആക്കാൻ പറ്റും, അല്ലെങ്കിൽ 3,000 ആക്കാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾ സ്കെയിൽ ചെയ്ത് പോകാം. നിങ്ങൾ ഒരിക്കലും അത്യാഗ്രഹം കാണിച്ചിട്ട് ഇത്രയാണ് എമൗണ്ട് എന്ന് പറയാലും ഒരു ആർട്സിനെ നിങ്ങൾ 1,000 rupees ചാർജ് ചെയ്ത് കളയരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് സെയിൽസുള്ള ചാൻസ് ഇങ്ങനെയാണ്. ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് ഡെമോ അയച്ചു കൊടുക്കുക, എന്നിട്ട് പറയാം നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ നടത്താം. ഇപ്പൊ എന്താണ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്, നിങ്ങളെ പേജിന് ഫോളോവേഴ്സോ നിങ്ങൾക്ക് ക്ലയൻസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ വരുന്നുണ്ടെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. സോ അതായിരിക്കും ബെസ്റ്റ് വേ. അല്ലെങ്കിൽ ബൾക്കായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക, പറയാം ഞാൻ മാസം നിങ്ങൾക്ക് ഇത്ര റീൽ ക്രിയേറ്റ് ആക്കി തരാം, നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്താൽ മതി. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് നോക്കുക. അതായത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, മെയിൽ ത്രൂ മെസ്സേജ് അയക്കാം, മെയിൽ ത്രൂ നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് അയക്കാം. സോ ഒരു കാണുമെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.
സോ ഗൈസ് ഇത് കണ്ടിട്ട് ഇതാണോട് അതിന്റെ സിമ്പിൾ വേ എന്ന് ചോദിക്കുന്നവരോട് ഗൈസ് ഇത് സിമ്പിൾ വേ തന്നെയാണ്. ഓക്കെ, ഈ ഒരു AI കാലഘട്ടത്തിൽ നമുക്കൊരു വീഡിയോ വരെ AI ക്രിയേറ്റ് ആയി തന്നിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വേ അല്ലാതെ എന്താണ് ഗൈസ്. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ബാക്ക്വേർഡ് മാത്രം മതി, പിന്നെ ഒരു AI ടൂളും ChatGPT. ആൻഡ് ഓൾ താങ്ക്സ് ടു AI. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് AI ഇത്രയും യൂസ്ഫുൾ ആണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഡെയിലി ഒരു 10-30 മെസ്സേജ് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിപ്ലൈ തന്നനുസരിച്ച് ബാക്കി കോൺവെർസേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓർഡർ കൺഫേം ആക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പൈസ കിട്ടാതിരിക്കോ, നിങ്ങൾ ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയാണ്. ബട്ട് നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കാൻ ഇതിലൂടെ. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു. സോ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോംപ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് എല്ലാ സംഭവം കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാ പ്രോംപ്റ്റും കിട്ടുന്നതായിരിക്കും. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലേ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ടൂളിന് ചിലപ്പം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം വരും. സോ ഓൾറെഡി യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ. സോ അങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ദെൻ ഡൗട്ട്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ കമന്റ് ആക്കി രേഖപ്പെടുത്തുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.